കളർ ചിത്രങ്ങളില്ല, ഒരു സൗധങ്ങളുമില്ല, ഒരു ബിൽഡിംഗുമില്ല. ആ നേതാവ് ജീവിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ഖൽബിലാണ്. എത്രയെത്ര നേതാക്കന്മാരാണ് നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയത്. അവർക്കിവിടെ പ്രതിമകളുണ്ട്, അവർക്ക് ഫോട്ടോകളുണ്ട്. അവരുടെ ജീവിതകാലത്ത് ജനങ്ങൾ ഇവിടെ മുമ്പിൽ നിന്ന് പിരിയുന്നില്ല. എന്നാൽ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവകുടീരത്തിന്റെ അടുക്കൽ അതാ അടിമുറിയാത്ത ജനങ്ങളെ കാണിക്കാൻ പറ്റുമോ? കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കാശുകൾ മുടക്കിക്കൊണ്ട് വലിയ ശവകുടീരമുണ്ടാക്കിയിട്ട് ആ ശവകുടീരത്തിന്റെ അരികിൽ അടിച്ചു വാരുന്ന വൃദ്ധന്മാരല്ലാതെ വേറെ ആളെവിടെ കാണിക്കാൻ കഴിയില്ലല്ലോ. ആ ശവകുടീരത്തിന്റെ അരികിൽ വർഷത്തിൽ ഒരു വാർഷികം നടക്കുന്നുണ്ടെങ്കിൽ തന്നെ, അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നടക്കുന്നത് എങ്ങനെയാണ്? കരിമ്പൂച്ചകളുടെയും നിയമപാലകരുടെയും അകമ്പടിയോടു കൂടെയാണ്. അതൊരു സമാധാനത്തിൻ്റെതല്ല. എന്നാൽ അറിയുമോ, ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദീനയിൽ നിന്ന് ജനങ്ങൾ പിന്മാറുന്നില്ല. വിശ്വാസികൾ അവിടെ കാത്തു നിൽക്കുകയാണ്, മണിക്കൂറുകൾ ക്യൂ നിൽക്കുകയാണ്. ഹബീബായ തങ്ങളുടെ ചാരത്തെന്നെത്താൻ, അവിടത്തോടൊന്ന് സലാം പറയാൻ ലക്ഷങ്ങൾ എല്ലാ സമയത്തും അവിടെയുണ്ട്. അതിനതാ ഒരു ടൈമും അവിടെ നിന്ന് നഷ്ടപ്പെടുന്നില്ല. അവിടെ കാത്തുനിന്ന് പിന്നെ പോകാം, ജനങ്ങളെ തിരക്കൊയിഞ്ഞ് കാണാമെന്ന് വെച്ചാൽ അതിന് സാധ്യമല്ല. ഹബീബായ തങ്ങളുടെ മരണത്തിന് മുമ്പ്, അവിടത്തെ വഫാത്തിന് ശേഷം ഹബീബായ തങ്ങളുടെ പവർ അങ്ങനെ തന്നെ. ഇങ്ങനെയുള്ളൊരു നേതാവിനെ ഈ ലോകത്ത് കാണിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ്. അറിയുമോ, മഹാനായ ജാബിർ ബിൻ സമ്രത്ത് റളിയല്ലാഹു അൻഹു, ആ